ഞാൻ മഹാവതാർ നരസിംഹ എന്ന സിനിമ കണ്ടു. കാണാൻ കുറച്ച് ലേറ്റ് ആയെന്ന് അറിയാം. പക്ഷെ ആനിമേഷൻ ക്വാളിറ്റി കണ്ടപ്പോൾ കാണാൻ ഒരു മൈൻഡ് കിട്ടിയില്ല. അപ്പോഴാണ് ഇന്നലെ FRK വ്ളോഗ്സിന്റെ റിവ്യൂ കൂടെ കണ്ടപ്പോൾ കണ്ണടച്ച് അങ്ങ് ട്രൈ ചെയ്യാന്ന് കരുതി. ശരിയാണ്, ആനിമേഷൻ ക്വാളിറ്റി പോരാ. കുറച്ചും കൂടെ ബെറ്റർ ആനിമേഷൻ ക്വാളിറ്റി ആയിരുന്നെങ്കിൽ ഇതിലും കിഡിലൻ വ്യൂയിങ് എക്സ്പീരിയൻസ് സിനിമ സമ്മാനിച്ചേനെ. ചിലപ്പോൾ ബഡ്ജറ്റ് ഇഷ്യൂസ് കാരണമായിരിക്കാം. എന്നാൽ പോലും ആ ഒരു ആനിമേഷൻ ക്വാളിറ്റിയുടെ ഒരു പോരായ്മ ചില മൊമെന്റുകളെ ഫീൽ ചെയ്യുള്ളൂ. മൊത്തത്തിൽ നമ്മൾ തിയേറ്ററിൽ പിടിച്ചിരുന്ന ഈ സിനിമയ്ക്ക് സഹായിച്ചിട്ടുണ്ട്. ഞാൻ ഹിന്ദി വേർഷനാണ് കണ്ടത്. ഡബ്ബിംഗ് വളരെ നന്നായിരുന്നു. ചുരുങ്ങിയ വാക്കിൽ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ലോർഡ് വിഷ്ണുവിടെ ഒരു കൊല മാസ് സിനിമ. ലോർഡ് വിഷ്ണുവിനെ അമ്മാതിരി രീതിയിലാണ് ഇതിനകത്ത് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. എസ്പെഷ്യലി ഇതിലെ അവസാനത്തെ അരമണിക്കൂർ തീയായിരുന്നു. തിയേറ്ററിൽ പോയി കണ്ടതിന്റെ ആ ഒരു വേർത്തി ഫീലിംഗ് കിട്ടിയത് അവസാനത്തെ അരമണിക്കൂറായിരുന്നു. ഞാൻ വലിയ ദൈവവിശ്വാസമൊന്നുമല്ല, എന്നാൽ പോലും ഞാൻ വിശ്വസിച്ചു പോയി. അങ്ങനെയാണ് ഇതിനകത്ത് ലോർഡ് വിഷ്ണുവിനെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നണേ റൈറ്ററും ഡയറക്ടറും അവസാനത്തെ ആ ഒരു ക്ലൈമാക്സിലെ കുറെ സീക്വൻസിൽ ഇതൊരു ആനിമേഷൻ പടം ഒന്ന് മറന്നുപോയിന്ന, പിള്ളേരെ കാണാൻ വരുന്ന കാര്യം മറന്നുപോയിട്ട് എഴുതി എക്സിക്യൂട്ട് ചെയ്ത പോലെ ഉണ്ട്. അമ്മാതിരി രീതിയിലാണ് ഇതിനകത്ത് വയലൻസ്, ചോരക്കളിയായിരുന്നു. ലോർഡ് വിഷ്ണുവിടെ ബോറായിട്ട് വരുന്ന ഒരു സീക്വൻസും ഉണ്ട്, അതേപോലെ നരസിംഹമായിട്ട് വരുന്ന കുറെ മൊമെന്റും ഉണ്ട്. അതാണ് ഈ പടത്തിൽ ഏറ്റവും പീക്ക് ലെവൽ എക്സ്പീരിയൻസ് തരുന്ന കുറെ സീക്വൻസിൽ ഒന്ന്. ഞാൻ ഈ ക്യാരക്ടേഴ്സിനെ പറ്റി ആദ്യമായിട്ടോട് അറിയണത്. എനിക്ക് ഇങ്ങനത്തെ ഹിന്ദു മിത്തോളജി അല്ലെങ്കിൽ ഏത് മിത്തോളജിയിലെ ക്യാരക്ടേഴ്സിനെ പറ്റി കൂടുതൽ അറിയാനൊക്കെ ഭയങ്കര കൗതുകമാണ് അങ്ങനെ പഠിക്കാനൊക്കെ. അപ്പൊ അതുകൊണ്ട് എനിക്ക് കുറച്ചൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ അല്ലെങ്കിൽ ഒരു എൻഗേജിങ് ഫാക്ടർ കൂടുതൽ കിട്ടിയായിരുന്നു ഈ ക്യാരക്ടേഴ്സും ആ ഒരു വേൾഡിലോട്ട് കയറിയപ്പോൾ. പിന്നെ എടുത്തു പറയുന്നത് സാം സിയസിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ്. പാട്ടുകളുണ്ട്, പക്ഷെ പാട്ടുകൾ ആനിമേഷൻ പടമായതുകൊണ്ട് വലിയ രീതിയിൽ കണക്ട് ആയില്ല. പക്ഷെ ഇതിലെ സ്കോറിങ്, സാം സിയസ് സൂപ്പർ മ്യൂസിക് ചെയ്യുന്ന ആളെന്നറിയാം. അതിന്റെ എക്സാമ്പിൾസ് തന്നെയാണല്ലോ കൈദി, RDX ഒക്കെ. പക്ഷെ ഇത് ഔട്ട് ഓഫ് ദ ബോക്സ് ആണ്, ഒരു മിത്തോളജിക്കൽ പടം. അതിനകത്ത് കിടിലൻ വർക്കാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ ഒരു പീക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടേണ്ട വേറെ റീസൺ സാം സിയസിന്റെ മ്യൂസിക് തന്നെയാണ്. നല്ലൊരു ഹിന്ദു മിത്തോളജി അല്ലെങ്കിൽ നന്നായിട്ട് അറിയുന്നവർക്ക് അല്ലെങ്കിൽ ഡയറക്ഷൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഒരു നല്ലൊരു പടം എടുക്കാൻ പറ്റും. പക്ഷെ അത് ക്രിയേറ്റീവായിട്ട് അവതരിപ്പിക്കുന്നതിലാണ് കാര്യം. അതിൽ ഈ ടീം വിജയിച്ചിട്ടുണ്ട്. ഇതിലെ വേൾഡ് ബിൽഡിംഗ് ഗംഭീരമാണ്. ആനിമേഷൻ ക്വാളിറ്റിയിൽ ചെറിയൊരു ക്രിഞ്ച് അടിക്കുമെങ്കിലും ഇതിലെ കുറെ എലിവേഷൻ സീക്വൻസസ് അതിനെയൊക്കെ അതിജീവിക്കും. ഈ ക്രിഞ്ച് അടിക്കണതിന്റെ കുറച്ച് റീസൺസ് ഉണ്ട്. അതിലൊരു റീസണാണ് ഇതിനകത്ത് 2-3 പാട്ടുകളുണ്ട്. ഈ പാട്ടുകൾ ഇതിന്റെ ആവശ്യമേ ഉണ്ടായില്ല. എനിക്ക് പേഴ്സണലി ഈ പാട്ടുകളും അതിലെ കുറെ സീൻസൊക്കെ എൻ്റെ ഒരു വ്യൂയിങ് എക്സ്പീരിയൻസിനെ ബാധിച്ചതായിട്ട് എനിക്ക് തോന്നിയത്. രണ്ടാമത്തേത്, ഇതിൽ ഈ ഒരു ഇമോഷണൽ കണക്ട് ഇല്ല. ലോർഡ് വിഷ്ണുയുടെ ഓരോ ഫോമുകൾ, പിന്നെ കുറച്ച് വില്ലൻ ക്യാരക്ടേഴ്സിന്റെ കുറച്ച് സീക്വൻസസിൽ അവിടെ മാത്രം നമുക്ക് ആ ഒരു ഇമോഷണൽ കണക്ഷൻ ഫീൽ ചെയ്യുള്ളൂ. അല്ലാണ്ട് ഒരു രീതിയിലും ഇമോഷൻ ഡെപ്ത് ഇല്ലാണ്ടാണ് ഇതിനകത്ത് ക്യാരക്ടേഴ്സിനെ എഴുതി വെച്ചിരിക്കുന്നത്. അതൊക്കെ കുറച്ചുകൂടെ കൂടുതൽ ഇവർക്ക് ശ്രദ്ധിക്കായിരുന്നു എന്ന് തോന്നി. പിന്നെ എലിവേഷൻ സീക്വൻസിലാണ് കൂടുതൽ ഇതിൽ റൈറ്റേഴ്സ് ശ്രദ്ധ കൊടുത്തിരിക്കുന്നത്. ഈ പടത്തിലെ ഒരു 60% ഭയങ്കര രസമാണ്. ബാക്കി ഒരു 40% എനിക്ക് പേഴ്സണലി വർക്കായിട്ടില്ല. ഭയങ്കര ഡൗൺ ആയിട്ട് തന്നെയാണ് കഥ പറഞ്ഞിരിക്കുന്നത്. ഡയലോഗ്സും അതേപോലെ വലിയൊരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. എന്നാൽ പോലും ഈ ഒരു സിനിമയിലെ അല്ലെങ്കിൽ ഈ സിനിമയുടെ ക്രിയേറ്റേഴ്സിന് നമ്മളൊരു കൈ കൊടുക്കണം. അവരുടെ ആ ഒരു സിൻസിയർ എഫേർട്ടിനും അവരുടെ ആ ഒരു ഗ്രാൻഡ് ആംബിഷനും വേണ്ടിയിട്ട്. ഈ ഒരു ഹിന്ദു മിത്തോളജി അത് വളരെ അത്യാവശ്യം മനസ്സിലാക്കേണ്ട രീതിയിൽ, അത്യാവശ്യം കണക്ട് ആവുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു സിനിമയുടെ ടീം പ്രസന്റ് ചെയ്തിരിക്കുന്നത്. മഹാവതാർ നരസിംഹ എന്ന സിനിമ നിങ്ങൾക്ക് ഒരു മാസപടമായി കാണാം, ഒരു ഭക്തിപടമായി കാണാം. എൻഗേജിങ് മൊമെന്റ്സും ഉണ്ട്, അതേപോലെ അൺഎക്സൈറ്റിംഗ് ആയ മൊമെന്റ്സും ഉണ്ട്. ഏതായാലും ഞാൻ അടുത്ത 6 പാർട്ടിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. അവർ റൈറ്റിംഗിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുമെന്ന് വിചാരിക്കുന്നു. അടുത്ത പാട്ട് ഇറങ്ങുമ്പോൾ ലോർഡ് വിഷ്ണുവിനെ നിങ്ങൾക്ക് മാസ അവതാരത്തിൽ കാണണോ, നേരെ തിയേറ്റർ വിട്ടോ മഹാവതാർ നരസിംഹ എന്ന സിനിമ ട്രൈ ചെയ്ത് നോക്കാം.